ഹലോ, അപ്പോൾ ഇന്ന് നമുക്ക് എൻ്റെ ലോട്ടസ് ഗാർഡനിലെ കുറച്ച് ലോട്ടസ് ഫ്ലവർ ചെയ്തിട്ടുണ്ട് നിൽപ്പുണ്ട് കേട്ടോ. ഇപ്പം വെയിലൊക്കെ ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ എല്ലാ ലോട്ടസും ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി ക്ലീൻ ചെയ്യാനൊക്കെ കിടക്കുകയാണ്. ചെറിയൊരു ഹോസ്പിറ്റൽ കേസൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി ക്ലീൻ ചെയ്യാനുണ്ട്, ഒരുപാട് ക്ലീൻ ചെയ്യാനുണ്ട്. വാട്ടർ ലില്ലി ഒരുപാട് നടാൻ കിടപ്പുണ്ട്. അതിനിടയ്ക്ക് പാക്കിങ്, സെയിൽ വീഡിയോ എല്ലാം കൂടെ നടക്കണില്ല. അപ്പം ഞാൻ എൻ്റെ ഗാർഡൻ ചുമ്മാ ഒന്ന് എല്ലാം കൂടെ ഒന്നും കാണിക്കാൻ പറ്റത്തില്ല, കാരണം ഓരോ ഫ്ലവേഴ്സ് കാണിക്കാം. അപ്പം എല്ലാം കാണിച്ചു കഴിഞ്ഞാൽ ആകെപ്പാടെ കുളമായിട്ട് കിടക്കാം, മൊത്തത്തിൽ കുളമായിട്ട് കിടക്കുകയാണേ. അതുകൊണ്ടാണ് കേട്ടോ. ഇത് അമേരിക്കൻ മേലിയാണ് കേട്ടോ. അടുത്ത ഒരു കുഞ്ഞൻ ലോട്ടസാണ് കേട്ടോ. ഇതാണ് സ്നോ ബൗളാണ് കേട്ടോ. ഇത് ഒത്തിരി പൂക്കളുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ക്ലീൻ ആക്കാൻ കിടക്കുക. പെട്ടെന്ന് താമരയുടെ പോട്ടെല്ലാം മോശമായി പോകും. ഇത് കണ്ടില്ലേ, കുഞ്ഞു താമരയാണ് കേട്ടോ. കുഞ്ഞു പൂക്കളുണ്ടാകും, നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാനേ. 3-4 എണ്ണമൊക്കെ ഒന്നിച്ച് വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് വിരിയിക്കാറായില്ല, തന്നെ വിരിയുകയാണെങ്കിൽ ഇച്ചിരിയോടെ ഭംഗി കിട്ടിയാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ. ഇനിയിപ്പോൾ നാളത്തേന് ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. സ്നോ ബൗളാണേ. ഒത്തിരി ലോട്ടസിനും ബഡ് വരുന്നുണ്ട് കേട്ടോ. വെറൈറ്റി പനിനീർ റോസാണ് കേട്ടോ. പനിനീർ റോസൊക്കെ ദേ വിരിഞ്ഞ് കഴിഞ്ഞാണ് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഫ്ലവർ കാണാൻ. ഇതിപ്പോൾ 4-5 ദിവസം ആയതാണേ. കണ്ടില്ലേ, ഇത് ഞാൻ ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. 4-5 ദിവസമായി ഇത് വിരിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ എന്താ, അത് പോവാറായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. അടുത്ത വെറൈറ്റി AW7 റെഡാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല ഭംഗി. ഇത് തന്നെ വിരിഞ്ഞതാണ് കേട്ടോ. ഞാൻ വിരിച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല, അത് തന്നെ വിരിഞ്ഞാണ്. ഞാൻ ഇന്നലെ വന്ന് നോക്കുമ്പോൾ തന്നെ വിരിഞ്ഞ് നിൽക്കുന്നു. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഇത് കേരളത്തിൻ്റെ വെറൈറ്റി ആണ് കേട്ടോ. നല്ല രസമുള്ള ലോട്ടസാണേ. നല്ല ട്രോപ്പിക്കൽ, നമുക്ക് ട്യൂബറൊന്നും അങ്ങനെ കിട്ടത്തില്ലാത്ത ഒരു വെറൈറ്റി. ഡോർമൻസി ടൈമിൽ മാത്രമേ ട്യൂബർ നമുക്കങ്ങനെ കിട്ടത്തുള്ളൂ കേട്ടോ. ഫഗുനാണ് കേട്ടോ. ഇതും 3 ദിവസം ആയതാണേ. ഉണ്ടോ, ഒത്തിരി ഒരു ബൗൾ വെറൈറ്റിയാണ്. ഒത്തിരി ബഡുകളുണ്ട് കേട്ടോ. അതായത് ഇനിയും ബഡുകൾ വരുന്നുണ്ട്. ഒക്കെ ഇപ്പം തന്നെ ഡോർമെൻ്റ് ആകാൻ തുടങ്ങും കേട്ടോ. ഇപ്പം ഡോർമെൻസി പീരീഡ് ആവുകയാണല്ലോ. നവംബറൊക്കെ ആകുമ്പോഴത്തേനും ആകുവാണല്ലോ. അന്നേരത്തേനൊക്കെ ട്യൂബേഴ്സ് ഫോം ചെയ്യും കേട്ടോ. വെറൈറ്റി S1 ആണ്. S1 കേരളത്തിൻ്റെ തന്നെ വെറൈറ്റിയാണ് കേട്ടോ. ഇതാണല്ലോ, ഒത്തിരി ബഡുകളുണ്ട് കേട്ടോ. നന്നായിട്ട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് S1. ഇത് കണ്ടില്ലേ, ഒരുപാട് ബഡുണ്ട്. ഇത് പത്മയാണ് കേട്ടോ. പത്മയൊക്കെ എനിക്ക് തോന്നുന്നു ഡോർമെൻ്റ് ഒന്നും അല്ലാതെ പുതിയ ബഡുകൾ ഇനിയും വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ 3-ാമത്തെ ദിവസത്തെ കേട്ടോ. മിനിങ്ങാന്ന് വിരിഞ്ഞതായിരുന്നേ. അതുപോലെ ഇത് വൈറ്റ് മാസ്കിയിലും ഒത്തിരി ഫ്ലവർ വിരിഞ്ഞ് കഴിഞ്ഞാണ് കേട്ടോ. ഇതൊക്കെ തന്നെ വിരിയണം കേട്ടോ. ഇതൊക്കെ ഫ്ലവർ വിരിഞ്ഞ് കഴിഞ്ഞതാണേ. നിത്യയാണ് കേട്ടോ. നിത്യയിൽ കണ്ടില്ലേ, നിത്യ നല്ലൊരു ട്രോപ്പിക്കൽ ബൗൾ വെറൈറ്റിയാണ് കേട്ടോ. നല്ല പുതിയ ബഡുകൾ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നിത്യയുടെ ഇങ്ങനെ കരിഞ്ഞ് നിൽക്കുകയുള്ളൂ കേട്ടോ. പെറ്റൽസ് കൊഴിയുന്നില്ല. കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കേട്ടോ. ഒത്തിരി ബഡുകളുണ്ട്. ഇത് നമുക്ക് ട്യൂബറൊന്നും അധികം കിട്ടത്തില്ലാത്ത വെറൈറ്റിയാണ് കേട്ടോ. അടുത്ത വെറൈറ്റി T63 ആണ് കേട്ടോ. കണ്ടില്ലേ, ഇത് നല്ല ഭംഗിയാണ് കേട്ടോ. ഫ്ലവർ കാണാൻ നല്ല വൈറ്റ് കളറിൽ നല്ല രസം. അതിൻ്റെ സീഡ് പോഡൊക്കെ കണ്ടില്ലേ. ഒരു ഫ്ലവർ കഴിഞ്ഞു. ഇപ്പോൾ ഇത് അടുത്ത ഫ്ലവർ കേട്ടോ. ഈ ബഡുകൾ, പുതിയ ലീഫുകൾ വരുന്നുണ്ട്. ചിലപ്പം പുതിയ ബഡുകൾ വരുമായിരിക്കും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. അടുത്തത് നവമിയാണ് കേട്ടോ. നവമിയും കേരളത്തിൻ്റെ തന്നെ വെറൈറ്റിയാണ്. ഇത് ചെറിയ പോട്ടി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ നവമിക്ക് ഇത്രയും വലിപ്പക്കുറവ്. നന്നായിട്ട് വലിപ്പം വയ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ നവമി. ഒരു സിംഗിൾ പെറ്റൽ ലീലയാണ് കേട്ടോ. ലീലയെന്ന് അറിയാലോ, നല്ല പക്ക ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റിയാണ്. ഒത്തിരി പൂക്കൾ തരും കേട്ടോ ലീല. അടുത്തത് T44 ആണ് കേട്ടോ. T44ൻ്റെ ഫ്ലവറാണിത്. നല്ല ഭംഗിയാണ് കാണാൻ. ഇതിപ്പോൾ 2-3 ദിവസം ആയതാണ് കേട്ടോ. ഇത് പെറ്റൽസ് എല്ലാം കൊഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. പുതിയ ബഡുകൾ വരുന്നുണ്ട് കേട്ടോ. ബഡുകൾ കയറി വരുന്നുണ്ട്. അടുത്ത വൈറ്റ് സ്വാനാണ് കേട്ടോ. വൈറ്റ് സ്വാൻ്റെയും ബഡുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഒത്തിരി പൂക്കൾ വിരിഞ്ഞ് നിൽപ്പുണ്ട്, ഒരുപാട് പൂക്കൾ വിരിഞ്ഞ് നിൽപ്പുണ്ട്. EOS ആണ്. EOSും കഴിഞ്ഞു പോയത്. ഫ്ലവർ ഇതിപ്പോൾ കരിഞ്ഞു പോയി തുടങ്ങി. അടുത്തത് നല്ല ഭംഗിയുള്ള റെഡ് കളറിലെ ലോട്ടസാണ് കേട്ടോ. മിഥിലയുടെ ഫ്ലവറാണിത്. കേട്ടല്ലേ, ഇന്നലെയൊക്കെ വിരിഞ്ഞിരിക്കുന്നതാണ്. ഇതിപ്പോൾ 3-4 ദിവസമായി കേട്ടോ. ഇത് 4-ാം ദിവസത്തെ ഫ്ലവറാണ് കേട്ടോ. എന്നിട്ടും വലിയ ഭംഗിക്കുറവൊന്നും ഇല്ല കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇത് വൈറ്റ് അഖിലയാണ് കേട്ടോ. കണ്ടില്ലേ, വിരിഞ്ഞ് നന്നായിട്ടായിട്ടുണ്ട്. കണ്ടില്ലേ,
വലിയ വലിപ്പമാണ് കേട്ടോ ഫ്ലവർ കാണാൻ. ഒരുപാട് കഴിഞ്ഞ ദിവസം എടുത്തൊക്കെ നടാൻ കിടക്കുകയാണ്. ഇതിങ്ങനെ തന്നെ വിരിഞ്ഞ് ഇതിപ്പോൾ തന്നെ വിരിഞ്ഞാണ് കേട്ടോ. ഇന്നലെ ചെറുതായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുത്തായിരുന്നു, അന്നേരത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ യെല്ലോ പിയോണി ഉണ്ടല്ലേ, യെല്ലോ പിയോണി നല്ല ഭംഗിയിൽ, എനിക്ക് ഇപ്പോഴാണ് കേട്ടോ യെല്ലോ പിയോണി ഇത്രയും ഭംഗിയിൽ വിരിഞ്ഞ് കിട്ടുന്നത്. അത് വലിയ പോട്ടിൽ വെച്ചുകൊണ്ടാവും തോന്നുന്നു. നേരത്തെയൊക്കെ ഞാൻ ചെറിയ പോട്ടിലായിരുന്നു യെല്ലോ പിയോണി വെച്ചുകൊണ്ടിരുന്നത്. അടുത്ത എംബാപ്പ എന്തേ ഇത് കണ്ടില്ലേ, എത്ര ബഡാന്ന് നോക്കിക്കേ. എനിക്ക് 1 വർഷം എങ്ങാണ്ടായി, 1 വർഷം കഴിഞ്ഞു ഞാനിത് വാങ്ങിച്ചു വെച്ചിട്ട്. ഇതുവരെ എനിക്ക് ട്യൂബർ കിട്ടിയിട്ടില്ല കേട്ടോ. എംബാപ്പയ്ക്ക് ഇങ്ങനെ ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കും. നല്ല ഭംഗിയാണ് പൂക്കൾ കാണാം. ഇത് ഞാൻ ഇപ്പം വിരിയിച്ച് കൊടുത്താണ് കേട്ടോ ഇന്നലെ വൈകുന്നേരം. അതുകൊണ്ട് ഇച്ചിരി നന്നായിട്ട് ഓപ്പൺ ആകുന്നതിന് മുമ്പ് ഞാൻ വിരിയിച്ച് കൊടുത്തതാണ് കേട്ടോ. അതിഥിയാണേ, നല്ല ഭംഗിയല്ലേ, ചെറിയ പോട്ടിൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. കുഞ്ഞു ഫ്ലവറാണേ, ചെറിയ ഫ്ലവറാണ്, എന്നാലും വലിപ്പമുണ്ട്. എൻ്റെ കൈക്കകത്ത് ഇത് കണ്ടില്ലേ, ഇത്രയും വലിപ്പമുണ്ട്. നന്നായിട്ട് വലിയ ഫ്ലവറാകും കേട്ടോ. എനിക്ക് തോന്നുന്നു ഫ്ലവറൊക്കെ കഴിഞ്ഞതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ട്യൂബേഴ്സൊക്കെ ഫോം ചെയ്യും. ഇപ്പോൾ ട്യൂബേഴ്സൊന്നും കിട്ടത്തില്ല കേട്ടോ, ഡോർമൻസി പീരീഡ് കഴിയേണ്ടി വരും ട്യൂബേഴ്സ് ആണെങ്കിൽ. അതുപോലെ ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആണല്ലോ ഇതൊക്കെ. അടുത്ത വെറൈറ്റി ഒരുപാട് പേര് ചോദിച്ചു വരുന്ന വെറൈറ്റിയാണ് കേട്ടോ. എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, പച്ച കളറിൽ ബട്ടർ മിൽക്കാണേ. ബട്ടർ മിൽക്കിന് അടുത്ത ബട്ടൂടെ വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു കുഞ്ഞ് റണ്ണർ. എനിക്ക് ഇതിനും ട്യൂബർ അങ്ങനെ കിട്ടത്തില്ല. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ബട്ടർ മിൽക്കിന് ട്യൂബർ ഉണ്ടോയെന്ന്. പക്ഷെ ബട്ടർ മിൽക്കിന് ട്യൂബർ അങ്ങനെ കിട്ടത്തില്ല കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കേട്ടോ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ. ഇത് കുഞ്ഞു ഫ്ലവറാണ്, ഫസ്റ്റ് ഫ്ലവർ ആയതുകൊണ്ടായിരിക്കാം. ഇച്ചിരി വളമൊക്കെ വെച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് വലിപ്പം വെച്ച് വന്നോളൂ കേട്ടോ ഫ്ലവറിന്. ഞാൻ ഇതിന് മുമ്പ് ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. അടുത്ത അഹല്യാണ് കേട്ടോ. അഹല്യം ഒരു രക്ഷയില്ലാതെ ഫ്ലവർ നമുക്ക് തരുന്ന ഒരു പക്ക ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കേട്ടോ. നമുക്ക് ട്യൂബറും അങ്ങനെ കിട്ടുന്ന വെറൈറ്റിയാണ് കേട്ടോ അഹല്യ. ഇതിപ്പോൾ 3-ാം ദിവസത്തെ ഫ്ലവറാണ്. അതുപോലെ ഒരുപാട് ബഡ്ഡുകൾ വരുന്നുണ്ട് കേട്ടോ. ഇത് അരുണിമയാണ്, അരുണിമ. ഇത് ചന്ദ്രകാന്ത, നല്ല ചന്ദ്രകാന്തയിലൊക്കെ ബഡ്ഡുണ്ട്. അടുത്ത പിങ്ക് ബൗള്. അതുപോലെ തന്നെ ഇത് കിരണ്യയിൽ ഇത് വേറെ ബഡ് വരുന്നുണ്ട് കേട്ടോ. ഇത് അടുത്ത സുന്ദരിയാണ് കേട്ടോ. ഇത് മാരിഗോൾഡാണേ, മാരിഗോൾഡിൻ്റെ ഫ്ലവറാണ് കേട്ടോ. അതുണ്ടല്ലേ, നല്ല വലുപ്പമുള്ള ഫ്ലവർ. അതുകൊണ്ടോ നല്ല വലുപ്പമാണ് ഫ്ലവറിന്. മാരിഗോൾഡാണ് കേട്ടോ. ഇതൊക്കെ നല്ല പക്ക ട്രോപ്പിക്കലാണ്. ഇതിനൊന്നും അങ്ങനെ ട്യൂബേഴ്സേ കിട്ടത്തില്ലാത്ത ഒരു വെറൈറ്റിയാണേ. ക്യാമിലയാണ് കേട്ടോ. ക്യാമിലയൊക്കെ ഫ്ലവർ ഇത് ഒടിഞ്ഞു പോയത് കാറ്റ് കൊണ്ടോ എന്തോ വെയിറ്റ് കൊണ്ടൊക്കെ ആയിരിക്കാം. ക്യാമിലെ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ട്രോപ്പിക്കൽ വെറൈറ്റി. അതുകൊണ്ടില്ലേ ഫ്ലവർ ഉണ്ടോ, നല്ല ഭംഗിയല്ലേ കാണാൻ. ഇതിപ്പം 4 ദിവസം കണ്ടായി ഫ്ലവർ വിരിഞ്ഞിട്ട്. പെറ്റൽസ് എല്ലാം കൊഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെറൈറ്റി ത്രിവേണിയാണ് കേട്ടോ. ത്രിവേണിയുടെ ഇതെല്ലാം ഫ്ലവറെല്ലാം കഴിഞ്ഞു. ഇതെല്ലാം ഒത്തിരി ഫ്ലവർ വിരിഞ്ഞാണ് കേട്ടോ ത്രിവേണിക്ക്. ഇത് കണ്ടോ, ഇപ്പോൾ ഒരു ലീഫേ വരുന്നുള്ളൂ ചെറുതായിട്ട്. ഇതിനകത്ത് അസോളയൊക്കെ ഒത്തിരി ഉണ്ട്. ഇതുപോലെ അസോള ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് കിടക്കല്ലോ കേട്ടോ. അസോള തിങ്ങി നിറഞ്ഞ് കിടന്നു കഴിയുമ്പം അതിലേക്ക് സൂര്യപ്രകാശം അങ്ങനെ കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് പ്ലാന്റ് മുരടിച്ച് പോകും, വെള്ളമില്ലാതെ പോകും കേട്ടോ. അപ്പം അസോള ഒത്തിരി വാരിക്കണം കേട്ടോ. കുഞ്ഞു ഫ്ലവറാണ്, ചിലപ്പോൾ ഡോർമൻസി പോകുമായിരിക്കാം, പറയാൻ പറ്റത്തില്ല. അപ്പോൾ അസോള കളഞ്ഞ് വളമൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ചിലപ്പം അത് ഡോർമൻ്റ് ആയ പുതിയ ഫ്ലവർ വിരിയുമായിരിക്കും. വീഡിയോ എടുത്തിട്ടും മതിയാകുന്നില്ല. അടുത്ത ഫ്ലവർ വിരിഞ്ഞതാണ് കേട്ടോ. ഇത് ഒരുപാടുണ്ട്, താഴെയൊക്കെ വിരിഞ്ഞ് നിൽപ്പുണ്ട്. ഒത്തിരി ഫ്ലവേഴ്സ് വിരിഞ്ഞ് വരുന്നുണ്ട്. കാരണം വെയിലൊക്കെ ആയില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ഏതാണ്ടൊക്കെ ഫ്ലവേഴ്സ് എല്ലാം കണ്ടു കഴിഞ്ഞു. കുറേ ഉണ്ട് കേട്ടോ, ഇനിയും ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് വീഡിയോ ലെങ്തായി പോകുന്നു, അതുപോലെ തന്നെ ബോറടിക്കുന്നു. ഇത് കണ്ടല്ലേ, വാട്ടർ ലില്ലിയാണ് കേട്ടോ. ഇതൊക്കെ സെയിലായിട്ടിരിക്കുന്ന വാട്ടർ ലില്ലീസാണ്. നല്ല ഭംഗിയാണ് കാണാൻ. അടുത്ത സെയിൽ വീഡിയോ മിക്കവാറും നാളെ ആയിരിക്കും കേട്ടോ. വാട്ടർ ലില്ലിയുടെ സെയിൽ വീഡിയോ മിക്കവാറും ഉണ്ടാകും. അത് നാളെ ആയിരിക്കും കേട്ടോ. കുറച്ച് ഫ്ലവറൂടെ വിരിയാനുണ്ട്, അതുകൊണ്ടാണേ. ഉണ്ടല്ലേ, ഇതെല്ലാം വാട്ടർ ലില്ലിയാണ്. നല്ല ഭംഗി, അതിൻ്റെ കളർ കണ്ടോ, നല്ല കളറാണ് കേട്ടോ. ഇതിൻ്റെ ഒക്കെ സെയിൽ വീഡിയോ ആയിട്ട് നാളെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ.